ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റിജീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ഹെൽത്തി ജ്യൂസാണ്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം നൽകുന്ന ഒരു ജ്യൂസ്. ഇത് നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് മുടി വളരാനും നമ്മുടെ ഷുഗറൊക്കെ കൂടുതലായിട്ടുള്ളവർ ഇത് കഴിച്ചാൽ അവരുടെ ഷുഗർ ലെവൽ കുറയ്ക്കാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു ജ്യൂസാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. പിന്നെ കറിവേപ്പിലയും നെല്ലിക്ക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആരോഗ്യം നൽകുന്ന ഒന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 3 തണ്ട് കറിവേപ്പില, 3 നെല്ലിക്ക, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ഒരു 1/2 സ്പൂൺ ശർക്കര, പിന്നെ ഒരു 1/4 സ്പൂൺ കുരുമുളക്. ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് നെല്ലിക്ക. നെല്ലിക്ക നമുക്ക് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻ സിയും ഫൈബറും മിനറൽസും കാൽസ്യവും എല്ലാം ഈ പറഞ്ഞ ഇത്തിരി പോകുന്ന നെല്ലിക്കയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം നൽകുന്നു. അതുമാത്രമല്ല നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും നമ്മുടെ ശരീരത്തെ അണുബാധ അല്ലെങ്കിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രതിരോധിച്ച് നിർത്താനും നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്. നമ്മൾ നെല്ലിക്ക ജ്യൂസൊക്കെ രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗറൊക്കെ നല്ല കൂടി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഷുഗർ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ്. ഇരുമ്പിൻ്റെ അംശം ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ നെല്ലിക്ക നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ബ്ലഡിൻ്റെ കൗണ്ട് കൂടാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ മുടി വളരാൻ നെല്ലിക്ക ഒരുപാട് രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെല്ലിക്ക നമ്മൾ കഴിവതും ഒരു ദിവസം ഒരു നെല്ലിക്ക അല്ലെങ്കിൽ 2 നെല്ലിക്കയെങ്കിലും നമ്മൾ കഴിക്കണം. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി വളർച്ച നല്ലതായിട്ട് കൂട്ടാൻ ഏറ്റവും നല്ലതാണ്. അതുമാത്രമല്ല കറിവേപ്പില പറഞ്ഞാൽ കറിവേപ്പില ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ്. അതിൽ കാർബോഹൈഡ്രേറ്റും നാരുകളും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ വിറ്റമിൻ എ ഉണ്ട്, വിറ്റമിൻ സി ഉണ്ട്, വിറ്റമിൻ ഇ, വിറ്റമിൻ ബി എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒന്നാണ് നമ്മുടെ കറിവേപ്പില. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. ഇതെല്ലാം കറിവേപ്പിലയ്ക്കുണ്ട്. അതുമാത്രമല്ല നമ്മുടെ മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്താനും തിളക്കമുള്ളതാക്കാനും ഈ ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് നല്ലതാണ്. ദഹനം മെച്ചപ്പെടുത്താനും കൊളസ്ട്രോൾ കുറയ്ക്കാനും പിന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനും കറിവേപ്പില നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത്രയും ഗുണങ്ങളുള്ള നെല്ലിക്കയും കറിവേപ്പിലയൊക്കെ കഴിവതും നമ്മുടെ ഭക്ഷണത്തിൽ ദിവസവും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നെല്ലിക്ക നമ്മൾ അരി കളഞ്ഞെടുത്ത ശേഷം ബാക്കി കറിവേപ്പിലയും ഇഞ്ചിയും ശർക്കരയും എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ജാറിലിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ മധുരം താല്പര്യമുള്ളവർക്ക് മധുരം ഇടാം. പക്ഷേ ഞങ്ങൾ മധുരം ഇടാതാണ് കുടിക്കാറുള്ളത്. കാരണം മധുരം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകില്ലേ, അതുകൊണ്ട് മധുരം എടുത്തില്ല. അപ്പോൾ ഇപ്പം നമുക്കൊരു ചെറിയ മധുരമുണ്ട്, കാരണം ശർക്കരയുടെ ഒരു ചെറിയ മധുരമുണ്ട്. കുടിക്കാൻ നല്ല രുചിയാണ്. കാരണം ഇത് കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ വായിക്കകത്ത് നല്ല മധുരമാണ്. അന്നേരം ഒരു കയ്പ്പ് തോന്നുമെങ്കിലും പക്ഷേ പിന്നെ നല്ല മധുരമാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 3 നെല്ലിക്ക എടുത്തുള്ളൂ. നമ്മൾ വലിയ നെല്ലിക്ക ആയതുകൊണ്ടാണ് 3 എടുത്തത്. ഇപ്പോൾ ചെറിയ നെല്ലിക്ക നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ 5 നെല്ലിക്കയൊക്കെ എടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ മുടി വളർച്ചയ്ക്കും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ പ്രതിരോധ ശക്തി കുറഞ്ഞവർക്കൊക്കെ ഇങ്ങനത്തെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നല്ലതാണ്. ആരോഗ്യം കൂട്ടാൻ നല്ലതാണ്. അതുമാത്രം മുടി വളർച്ചയ്ക്കും നമ്മുടെ ചർമ്മകാന്തി നമ്മുടെ ശരീരത്തിൻ്റെ തിളക്കം വർദ്ധിക്കാനും അതിന് ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ജ്യൂസിലുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഇത് തയ്യാറാക്കി കുടിക്കണം. കാരണം കറിവേപ്പിലയൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ട്, നെല്ലിക്കയും കൂടുതൽ എല്ലാവരും മേടിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഉറപ്പായിട്ട് ഈ ജ്യൂസ് അടിച്ച് കുടിക്കാൻ ഒരു പാടുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കഴിക്കണം. അപ്പോൾ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്, അത് ഒരുപാട് ഗുണം നൽകുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി കുടിച്ചിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ പറയുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഹെൽത്തി ജ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്